ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് ഡേ ഔട്ട് വ്ലോഗാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് കളങ്കാവൽ കാണാൻ പോവാണ്, കോയമ്പത്തൂരുള്ള അർണോദയ സിനിമാസിൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കസിൻസും കൂടെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു സിനിമാസിൽ ഫിലിം കാണാൻ വരുന്നത്. നല്ലൊരു ആംബിയൻസ്, ഒരു ഒഴിഞ്ഞൊരു സ്ഥലത്ത് നല്ലൊരു അടിപൊളി ഒരു തിയേറ്റർ. ഭയങ്കര രസമുണ്ട് കാണാനൊക്കെ. നല്ല ആംബിയൻസും കാര്യങ്ങളും നല്ല സ്പേസിലാണ് കേട്ടോ അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ പുറത്ത് തന്നെ ഒരുപാട് കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല, പക്ഷെ ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് ഈ ഒരു തിയേറ്റർ വന്നിട്ട്. നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യമേ എത്തിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ 4 പേരൂടെ ഒരുമിച്ച് ഒരു ഡേ ഔട്ടും അതുപോലെ തന്നെ മൂവി ഡേറ്റും ഒക്കെ വരുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നെ സെൻട്രൽ സീറ്റ് ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് മൂവി കാണാനൊക്കെ പറ്റി കേട്ടോ. 3:30 ഷോ ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊള്ളായിരുന്നു, നല്ല മൂവിയായിരുന്നു. മമ്മൂട്ടിയുടെ ഒരു മമ്മൂട്ടി നമുക്കതിൽ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു മൂവി, ഒരു വേറൊരു മമ്മൂട്ടി ലുക്ക് അത് തന്നെ പറയാം. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു റോള്, കൊള്ളായിരുന്നു. പിന്നെ ഇൻ്റർവെല്ലായപ്പോൾ ഞങ്ങൾ വീണ്ടും ചാടി പുറത്തിറങ്ങി. കാരണം എത്തിയിട്ട് കുറച്ചൊക്കെ അവിടെ പോയി ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്കും ഇത് എന്തോ ഒരു ജാറിൽ എന്തോ സംഭവം വെച്ചിട്ട് ഇതെന്താ സംഭവം എന്നിങ്ങനെ സെർച്ച് ചെയ്ത് നടന്നപ്പോഴാണ് കണ്ടത്. നമ്മുടെ പോപ്കോണിൻ്റെ മുകളിൽ ഒഴിക്കേണ്ട ഫ്ലേവേഴ്സും കാര്യങ്ങളുമാണ് അവർ ആ ഒരു ജാറിൽ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള പോപ്കോൺ മേടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ അതിൽ നിന്ന് എടുക്കാം, അങ്ങനെയായിരുന്നു. പിന്നെ അവിടെ ഏതോ ബൈക്കിൻ്റെ ഒക്കെ ഷോക്കേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ബൈക്കൊക്കെ പോയി നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നതെന്ന് വെച്ചാൽ ഈ ബൈക്ക് വന്നിട്ട് പെട്രോളാണോ അതുപോലെ തന്നെ ഇലക്ട്രിക് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് വന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അങ്ങനെ ഒരാൾ പറയുന്നു അത് ഇലക്ട്രിക് ആണെന്ന്, ഒരാൾ പറയുന്നു അത് പെട്രോൾ ആണെന്ന്. അങ്ങനെയൊക്കെ അവസാനം കണ്ടുപിടിച്ചു ഇത് ഇലക്ട്രിക് ആണെന്നുള്ള. നല്ല ബൈക്കായിരുന്നു, ഹൈറ്റൊക്കെ കുറഞ്ഞൊരു ബൈക്കായിരുന്നു. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. മൂവി ഇൻ്റർവെല്ലായപ്പോഴത്തേക്കും വന്നു. പിന്നെ ഞങ്ങൾ അടുത്തിനെയും നോക്കിയപ്പോഴത്തേക്കും അവിടെ അടിപൊളി ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ, ഈ രാജകീയമായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ. എനിക്കൊന്ന് അത്യാവശ്യം ഒരുപാട് മോൾസിലൊക്കെ ഇങ്ങനെ ഉണ്ട്. എന്നാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോഴത്തേക്കും പിന്നെ ടൈമായി അകത്ത് കയറാൻ. പിന്നെ ഞങ്ങൾ അകത്ത് കയറി ബാക്കി ഫിലിം ഫുള്ള് കണ്ടു കഴിഞ്ഞു. ഞാൻ പിന്നെ വ്ലോഗ് എടുക്കാൻ വേണ്ടി ക്യാമറ എടുക്കുമ്പോൾ എല്ലാവരും പോസ് ചെയ്യും കേട്ടോ. അവർ വിചാരിച്ച് ഫോട്ടോയ്ക്കാണ്, പറ്റും ഞാൻ വീഡിയോ ആണ് എടുക്കുന്നത്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഏകദേശം ഒരു 6:30 ഒക്കെ ആയി. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഇതായിരുന്നു കേട്ടോ അവിടുത്തെ ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ. നല്ല രസമുണ്ട് പുറത്തുനിന്ന് നോക്കാനാണെങ്കിലും. മൊത്തത്തിൽ നല്ലൊരു രസമുള്ളൊരു സിനിമാസ്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സൈഡിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബോൾ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇരുട്ടിയൊക്കെ തുടങ്ങി. പിന്നെ അപ്പോൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നേരിട്ട് കാണാൻ ഇതിനേക്കാളും ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് എത്രത്തോളം വീഡിയോ എടുത്ത് എനിക്ക് മതിയാവുന്നില്ല. ഞാനങ്ങനെ ഫ്രണ്ട് മൊത്തം വീഡിയോ എടുത്തു. വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും കഴിക്കാമെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ നല്ലൊരു ടീ കഫേ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ഹിബിസ്കസ് ടീ അതുപോലെ തന്നെ എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ഹിബിസ്കസ് ടീ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊള്ളാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ബ്ലൂ ടീ, അങ്ങനെ എന്തൊക്കെയോ അടിപൊളി സംഭവങ്ങൾ, ഒരുപാട് വെറൈറ്റി ടീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ എന്തോ ഒരു നാച്ചുറൽ ഓർഗാനിക് എന്തോ ഒരു ടീ ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം അവിടെ അങ്ങ് സ്പെൻഡ് ചെയ്തു. ഇനി തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഇനി നേരെ സ്റ്റേഷനിലേക്കാണ് പോകുന്ന. വഴിക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ നോക്കണം. പിന്നെ അവിടുത്തെ കാർ പാർക്കിങ്ങും ബൈക്കൊക്കെ ഈ ഒരു മോഡലിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല ഇവിടെ ഈ ഒരു സ്പേസൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ ദുബായിലും സൗദിയിലും ഒക്കെ കാണുന്ന ആ ഒരു വൈബായിരുന്നു അവിടെ. അവിടുന്ന് തിരിച്ച് പിന്നെ നേരെ പോയത് ഭീമ ബിരിയാണി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു. അപ്പോഴത്തേക്ക് ഫസ്റ്റ് സ്റ്റാർട്ടറായിട്ട് അവർ സ്വീറ്റ് കൊണ്ടുണ്ടായിരുന്നു, ഒരു കേസരി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അത്യാവശ്യം ഭയങ്കര മധുരമൊന്നുമില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ബിരിയാണിയും അതുപോലെ തന്നെ പെപ്പർ ഗ്രിൽ ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വന്നപ്പോൾ ഗ്രിൽ ചിക്കൻ അല്ല വന്നത്, ഗിൽ ചിക്കനായിരുന്നു സംഭവം. അത് ഞങ്ങളിങ്ങനെ ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് അത് ഗ്രില്ലല്ല, ഗില്ലാണ്. 6 സൈഡിലാണ് ഗിൽ ചിക്കൻ. ഓക്കെ, പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. പിന്നെ ഇവിടുത്തെ ബിരിയാണിയൊക്കെ ഏകദേശം സെയിം ആണ്, എന്നാലും നമ്മുടെ കേരളത്തിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി.
പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷം. നെക്സ്റ്റ് വ്ലോഗിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ്, സപ്പോർട്ട്.